ദില്ലി കേന്ദ്രീകരിച്ചാണ് എല്ലാ ചർച്ചകളും നടക്കുന്നത്. ദില്ലിയിൽ നിന്നുള്ള മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് കാതോർത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. നിർണായക കൂടിയാലോചനകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. 4 മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി നിർണായകമായ ചർച്ച നടക്കും. മല്ലികാർജ്ജുൻ ഖർഗെ, ദീപാദാസ് മുൻഷി എന്നിവർ ആദ്യം നേതാക്കളോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കും. പിന്നീട് നേതാക്കളെ ഒരുമിച്ചിരുത്തി ചർച്ചകൾ നടത്തും. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് 3 നേതാക്കളും. സമവായത്തിലെത്തിയാൽ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും. അതേസമയം സംസ്ഥാനത്തെ നേതാക്കൾക്കായി അണികൾ തെരുവ് യുദ്ധം തുടരുകയാണ്. ഇന്നും പ്രകടനങ്ങളും ഫ്ലക്സുകളിലെ കരിയോയിൽ പ്രതിഷേധവും നടന്നു. വി.ഡി. സതീശന് അനുകൂല പ്രതിഷേധങ്ങൾ കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന് കാട്ടി KPCC ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറിയതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് പരസ്യ പ്രതിഷേധം നടത്തിയ നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. റോഷിപാലും നോബിൾ മാരിക്കാരനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം റോഷിയിലേക്ക് പോകാം. റോഷി, ഒരടി പിന്നോട്ടൊന്ന് മാറി നിൽക്കാനോ ഞാൻ ഈ റേസിനില്ല എന്ന് പറയാനോ 3 നേതാക്കളും തയ്യാറായിട്ടില്ല. അതുതന്നെയാണ് അവരോടൊപ്പമുള്ള പ്രധാനപ്പെട്ട അണികൾക്ക് നൽകുന്ന ആവേശവും. ഹൈക്കമാൻഡോ KPCCയോ എത്ര വിലക്കിയിട്ടും തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അവരവർക്ക് ഇഷ്ടപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കുന്നു, ഫ്ലെക്സ് വലിച്ചു കീറുന്നു, കരിയോയിൽ പ്രയോഗം, ആത്മഹത്യാ ഭീഷണി, പ്രകടനം, അങ്ങനെ ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൽ സീനിയോറിറ്റിക്കായിരിക്കുമോ ഹൈക്കമാൻഡ് ഒന്നാമത്തെ മാർക്ക് കൊടുക്കുക, അതോ MLA-മാരുടെ പിന്തുണയ്ക്കായിരിക്കുമോ, അതോ ജനകീയതയ്ക്കായിരിക്കുമോ, ഘടകകക്ഷികളുടെ പിന്തുണയ്ക്കായിരിക്കുമോ? വലിയ ഉദ്വേഗം നിറയ്ക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് റോഷി നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. ഷിയാസ്, 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF-ന് കേരളത്തിൽ അധികാരം ലഭിക്കുമ്പോൾ സ്വാഭാവികമാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് കൂടുതൽ നേതാക്കൾ അവകാശവാദം ഉയർത്തുന്നത്. അത് ചർച്ച സാമൂഹ്യ മാധ്യമത്തിലും പിന്നീട് തെരുവിൽ ഒരു തർക്കത്തിലേക്കും നീങ്ങിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അസംതൃപ്തിയൊക്കെ ഉള്ളത്. ഇത് സംബന്ധിച്ച KPCC അധ്യക്ഷൻ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ദീപദാസ് മുൻഷിക്ക് റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞു. അത് സംബന്ധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 4 മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. സംസ്ഥാനത്ത് നിന്നെത്തിയ നേതാക്കളായ രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, KC വേണുഗോപാൽ, ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുക. രാഹുൽ ഗാന്ധിയും ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയും യോഗത്തിൽ പങ്കെടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ സ്വാഭാവികമായും നേരത്തെ നിരീക്ഷകരായ അജീമാക്കിനും മുഗൾ വാസ്നിക്കും അവിടെ നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. അത് MLA-മാരുടെ അഭിപ്രായം, MP-മാരുടെയും ഒപ്പം മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷി നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷം ഇതുവരെ സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ, പോസ്റ്ററുകൾ, അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ എല്ലാം പരിശോധിച്ച് ആരായിരിക്കും കൃത്യമായി സംസ്ഥാനത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന് വിലയിരുത്തിയാകും ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുക. നേതൃപാഠവും പരിചയ സമ്പത്തടക്കം അക്കാര്യത്തിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനം ഒരുപക്ഷെ ഇന്ന് രാത്രിയോടെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഈ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചപ്പോൾ ഒരാളുടെ പേരുണ്ടാകും. അത് ആരാണെന്ന് അറിയണമെങ്കിൽ വൈകിട്ട് യോഗം പൂർത്തിയാക്കണം. ആ യോഗത്തിൽ അവർ അതിൻ്റെ നിർദ്ദേശം വയ്ക്കും. അത് സ്വാഭാവികമായും ഒറ്റക്കൊറ്റയ്ക്ക് നേതാക്കളുമായി സംസാരിക്കും. എന്തുകൊണ്ട് ഈ നേതാവിനെ തിരഞ്ഞെടുക്കുന്നു, മറ്റു 2 പേർ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാൽ അവരെ അനുനയിപ്പിക്കും. ഒരുപക്ഷെ അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിൽ നേതാക്കളെയും കൂട്ടി ഇവർ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവസാനം സോണിയാഗാന്ധി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. തലസ്ഥാനത്ത് പ്രതിഷേധിച്ച 15 നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അത് ചെമ്പഴന്തി അനിൽ ഉൾപ്പെടെ വി.ഡി. സതീശന്റെ വിശ്വസ്തർക്കാണ് നോട്ടീസ് നൽകിയത്. അവർ എത്രയും പെട്ടെന്ന് മറുപടി നൽകിയില്ലെങ്കിൽ അവർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് KPCCയുടെ തീരുമാനം. അത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. രാവിലെ തന്നെ KPCC അധ്യക്ഷൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്കും പ്രകടനം നടത്തിയവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഭാരവാഹികളുടെ പട്ടികയാണ്, പ്രകടനത്തിൽ പങ്കെടുത്ത ഭാരവാഹികളുടെ പട്ടികയാണ് ആവശ്യപ്പെട്ടത്. ആ പട്ടിക ലഭിച്ചാൽ തൊട്ടു പിന്നാലെ മറ്റ് ജില്ലകളിലും സമാനമായി കാരണം കാണിക്കൽ നോട്ടീസും സസ്പെൻഷൻ നടപടികളിലേക്കും KPCC കടക്കും. ശരി റോഷി, നാടകീയമായ കാഴ്ചകളാണ് കേരളത്തിൽ കാണുന്നത്. നമുക്ക് ദില്ലിയിലേക്ക് പോവാം. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകാനുണ്ട്. നോബിൾ, അപ്പോൾ പൊതുജനം ചോദിച്ചു തുടങ്ങി, ഇതിനുവേണ്ടിയാണോ നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത്? ഇതാണോ ടീം UDF? ഇതാണോ നിങ്ങളുടെ ഐക്യം? ഈ തമ്മിൽ കാണാനായിരുന്നോ ഇത്ര വലിയ വിജയം സമ്മാനിച്ചു എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ ഇങ്ങനെ ഉരുത്തിരിയുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൃത്യമായി ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അതോ ഇനിയും ദിവസങ്ങൾ നീണ്ടു പോകാനാണോ ചാൻസ്? ഇതിപ്പോൾ ഇതിൽ 3 പേരിൽ ആരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും മറ്റ് 2 പേരെ തൃപ്തിപ്പെടുത്തണം, അതോടൊപ്പം ജനങ്ങളെ തൃപ്തിപ്പെടുത്തണം, മുന്നണിയെ തൃപ്തിപ്പെടുത്തണം, ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തണം. അപ്പോൾ എന്ത് ഫോർമുല ഹൈക്കമാൻഡ് സ്വീകരിക്കും? ഹൈക്കമാൻഡാണ് ശരിക്കും വലിയ തലവേദനയിൽ പെട്ടിരിക്കുന്നത്, അല്ലേ നോബിൾ? ഷിഹാസ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ വെല്ലുവിളികൾ ധാരാളമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ജനവികാരം എന്ന് പറയുന്നത് പൂർണ്ണമായും വി.ഡി. സതീശന് അനുകൂലമാണ്. അതേസമയം MLA-മാർ ഭൂരിഭാഗം പേരും പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ്. ഭരണരംഗത്തെ പരിചയം, പാർട്ടിയിലെ സീനിയോറിറ്റി എന്നീ കാര്യങ്ങൾ
രമേശ് ചെന്നിത്തലയ്ക്കാണ്. സ്വാഭാവികമായും ഈ മൂന്ന് നേതാക്കളും വിട്ടുകൊടുക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല. മൂന്ന് പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശക്തമായി തന്നെ വാദങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡാണ് ഏറ്റവും അധികം പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. ഹൈക്കമാൻഡിന് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണം ഒറ്റ പേരിലേക്ക് എത്താൻ. അതിനപ്പുറം എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ പോലും അത് മുന്നോട്ടുള്ള പോക്കിനെയും ഇപ്പോഴത്തെ ഈ വിജയത്തിന്റെ തിളക്കത്തെയും ബാധിക്കും എന്നും ഹൈക്കമാൻഡ് കൃത്യമായി അറിയാം. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് കാര്യങ്ങൾ ഇടപെടുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിർണായകമായ യോഗം നടക്കുന്നത് വൈകിട്ട് 4 മണിക്ക് 10 രാജാജി മാർഗിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലാണ്. ആ യോഗത്തിൽ വിശദമായി തന്നെ നേതാക്കളുമായുള്ള ചർച്ചകൾ, ആ യോഗത്തിൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മല്ലികാർജ്ജുൻ ഖർഗെയും ദീപാദാസ് മുൻഷിയും നേതാക്കളോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക്, സണ്ണി ജോസഫ് അതോടൊപ്പം രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ ഈ നേതാക്കളോട് ഒറ്റയ്ക്ക് സംസാരിക്കും. പിന്നീട് ഒരു സമവായ നിലയിൽ ഒരുമിച്ച് നിർത്തി ഒരു ചർച്ചകളുടെ ഭാഗമാക്കും. മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഈ ചർച്ചകളിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു ഒരു സമവായം എത്തിയ ശേഷം മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി ചർച്ചകളുടെ ഭാഗമാവുക എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. നമ്മൾ മുൻകാലത്തെ ഒരു കീഴ്വഴക്കങ്ങൾ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായും കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ നമ്മൾ ഇക്കാര്യം കണ്ടതാണ്. പ്രത്യേകിച്ച് MLA-മാരുടെ പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം ഹൈക്കമാൻഡിലെ ബന്ധമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിദ്ധരാമയ്യ നേരത്തെ മുഖ്യമന്ത്രിയായതാണ്. DK ശിവകുമാർ ആയിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് നയിച്ചത്. പക്ഷേ MLA-മാരുടെ പിന്തുണയായിരുന്നു അന്ന് പ്രധാനമായ ഘടകം. രാജസ്ഥാനിലാണെങ്കിൽ മുൻപ് അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയാകുന്നതും ഇതേപോലൊരു സാഹചര്യത്തിൽ തന്നെയാണ്. അന്ന് തെരഞ്ഞെടുപ്പ് നയിച്ചത് സച്ചിൻ പൈലറ്റ് ആണെങ്കിലും ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണയും ഹൈക്കമാൻഡ് പിന്തുണയും ഉണ്ടായിരുന്നത് അശോക് ഗെഹ്ലോട്ടാണ്. അങ്ങനെ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി, ആ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈസിയായി തന്നെ ഒരുപക്ഷേ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകും. പക്ഷേ ജനവികാരം എന്നത് പ്രത്യേകിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ കേരളത്തിലുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. വലിയൊരു ജനവികാരം വി ഡി സതീശൻ അനുകൂലമായി ഉയർന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പല പ്രതിഷേധങ്ങളും അതിരു വിട്ടു എന്ന കൃത്യമായ റിപ്പോർട്ടും ഹൈക്കമാൻഡിന് മുന്നിൽ ഉണ്ട് എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. അതുകൊണ്ട് ഒരുപക്ഷേ ഈ പറഞ്ഞ അതിരുവിട്ട പ്രതിഷേധങ്ങൾ വി ഡി സതീശന് തിരിച്ചടിയാകാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ദില്ലിയിലടക്കം KPCC അധ്യക്ഷനെ പോലും അത്തരത്തിൽ മോശമായി അല്ലെങ്കിൽ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ചില പ്രകടനങ്ങളൊക്കെ വന്നു എന്നൊക്കെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഈ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തന്നെ ദീപാദാസ് മുൻഷി സംസ്ഥാനത്ത് നിന്ന് കൃത്യമായി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഒരു ആസൂത്രിതമായ നീക്കം കെ സി വേണുഗോപാലിനെ നടക്കുന്ന കാര്യങ്ങളും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കരുനീക്കങ്ങളാണ് ഇപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഈ പ്രധാനപ്പെട്ട 3 നേതാക്കളും അവിടെയുണ്ട്. സണ്ണി ജോസഫ് ഉണ്ട്, KPCC പ്രസിഡന്റ് അവിടെയുണ്ട്. അപ്പോൾ 4 മണിക്ക്